Hi, Assalamu alaikum. This is Angry Sisters and welcome back to our channel. ഇന്ന് നമ്മളൊരു ചാലഞ്ച് ആക്സെപ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ദേശീയ ഫെയിം ഷമീംക്കയുടെ ഒരു ഫ്രൈ പാൻ ചാലഞ്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ചാലഞ്ചാണ് നമ്മളിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ലേറ്റായി പോയി, എന്നാലും ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ സിസ്ലർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അതും ഫ്രൈ പാനിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ സിസ്ലർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിളക്കുന്ന വെള്ളത്തിലിട്ടതിന് ശേഷം 25 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതാണ്. ശേഷം അതിൻ്റെയൊക്കെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുക്കണം. നമ്മുടെ പൊട്ടാറ്റോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. നമ്മുടെ പാൻ നല്ലപോലെ ചൂടാവട്ടെ. ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ബട്ടർ ഏകദേശം മെൽട്ടായി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗാർലിക്കും ബട്ടറും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഗാർലിക്കും ബട്ടറും പൊട്ടാറ്റോയും നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെപ്പർ പൗഡറാണ്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കി കളയാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മുടെ പാല് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പെപ്പർ സോസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക്കിനോട് ഇഷ്ടം കുറവുള്ള ആൾക്കാർ ഇത്ര ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് കുറച്ചിട്ടാൽ മതി. അത് നല്ലപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പെപ്പർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പെപ്പറിൻ്റെ ജസ്റ്റ് ആ ഒരു പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തിക്ക് ക്രീം ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളക്കും തോറും അത് കുറച്ച് തിക്കായി വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇതും ഓപ്ഷണലാണ്. നമ്മുടെ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പെപ്പർ സോസ് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഓപ്പൺ ആക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിർത്തി.
അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തതിന് ശേഷം രണ്ട് സൈഡും ഉപ്പും കുരുമുളകും ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഹാമർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടും. മറ്റ് മസാലാസ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓപ്പൺ ചെയ്തിട്ട് ഹാമർ വെച്ചൊക്കെ അടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിതിലേക്ക് ബ്രൊക്കോളി അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും നല്ലപോലെ കുക്കായിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ സിസ്ലറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ കഥയിൽ താരം, അതായത് നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ റെഡിയാണ്. അതിലേക്ക് നമുക്ക് കാബേജിൻ്റെ ലീഫ് വെച്ചതിന് ശേഷം നമ്മുടെ മാഷ് പൊട്ടാറ്റോ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെപ്പർ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം കുറച്ച് കളർഫുൾ ആയിട്ടുണ്ട്. അടുത്തത് സിസ്ലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മെൽട്ടാകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ സിസ്ലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബട്ടർ മെൽട്ടാകുന്നത് വരെ മാത്രം വെച്ചാൽ മതി. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിസ്ലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കാണ് യൂസ് ചെയ്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനും പെപ്പർ സോസും മാഷ് പൊട്ടാറ്റോ എല്ലാം കോംബോ എങ്ങനെയുണ്ട് നോക്കാം. ചിക്കനൊക്കെ പെട്ടെന്ന് കട്ടായി വരുന്നുണ്ട്. ചിക്കൻ പെപ്പർ സോസും കൂട്ടിയിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ മാഷ് പൊട്ടാറ്റോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.